ഈ ടെക് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ DVR എങ്ങനെ നമ്മുടെ ഒരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക, നെറ്റ്വർക്കിൽ കൂടെ നമുക്ക് എങ്ങനെ ഇത് ആക്സസ് ചെയ്യാമെന്നും കൂടെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട കാര്യമില്ല, നമുക്കൊരു സിസ്റ്റം വേണം എന്തായാലും. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ DVR നമ്മൾ ഓണാക്കുക. അപ്പോൾ അതിനേക്ക് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് ഇതുപോലൊരു പാച്ച് കോഡാണ്. പാച്ച് കോഡ് എന്ന് പറഞ്ഞാൽ Cat6 കേബിൾ, നെറ്റ്വർക്ക് കേബിൾ എന്നൊക്കെ പറയും. ഈ കേബിൾ വേണം. ഈ കേബിൾ വെച്ച് നമ്മൾ DVRൻ്റെ നെറ്റ്വർക്ക് പോർട്ടിലോട്ട് നമ്മളിത് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ ഈ അറ്റം നമ്മൾ നമ്മുടെ ഇപ്പോൾ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ നമുക്ക് ഇതിൻ്റെ നെറ്റ്വർക്ക് പോർട്ട് ഉണ്ടാവും, അതിനകത്തോട്ട്. PC ആണെങ്കിൽ PCയിലെ നെറ്റ്വർക്ക് കാർഡിലോട്ട് കണക്ട് ചെയ്താൽ മതി. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാം, ദെൻ DVR ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യണത്, കണക്ട് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഇതിനകത്ത് ഹിക്വിഷനാണ് നമ്മളിത് DVR. അപ്പോൾ അതിൽ തന്നെ ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, SADP എന്നാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര്. അതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ SADP ടൂള്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു DVR നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിൻ്റെ IP അഡ്രസ്സും DVRൻ്റെ IP അഡ്രസ്സും ചിലപ്പോൾ സെയിം ആയിക്കൊള്ളുന്നില്ല. ആ സമയത്ത് നമുക്കത് സെർച്ച് ചെയ്ത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കോൺഫിഗറേഷൻസ് ആക്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഇപ്പോൾ ഇതിൽ തന്നെ SADP ടൂൾ ഓൺ ചെയ്തു, നമുക്ക് DVR ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നാക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ IP അഡ്രസ്സ് നോക്കാം. IPv4 അഡ്രസ് 192.168.1.64 എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇനാക്റ്റീവ് ആണ്, അപ്പോൾ അത് ആക്റ്റീവ് ആക്കണം. അപ്പോൾ പുതിയൊരു DVR നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ആണ് കാണിക്കുക, ഇനാക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പുതിയ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിവൈസ് ആക്ടിവേറ്റ് ആവും. പാസ്വേഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കി അതിൻ്റെ ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ള IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിനകത്ത് DHCP ഇനേബിൾഡ് ആണ് കിടക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം, നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താം. പക്ഷേ നമ്മുടെ സെയിം IP അഡ്രസ്സിലാവണം എന്നില്ല അത് കണക്ട് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ കിടക്കുന്ന IP അഡ്രസ്സും ഇപ്പോൾ ഈ DVRൻ്റെ IP അഡ്രസ്സും ഒക്കെ ഒരേ റേഞ്ചിലായതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റായിട്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിലും നടക്കും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഡിഫറെൻറ്റ് IP അഡ്രസ്സിലാണെങ്കിലും അത് നമുക്ക് ഇതിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഈ ടൂളിൻ്റെ ഒരു പ്രത്യേകത. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം IP റേഞ്ചിലുള്ള ഡിവൈസുകൾ തമ്മിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ ഒരു ലോക്കൽ നെറ്റ്വർക്കിലാണ്. ഇപ്പോൾ നമ്മൾക്ക് ഡയറക്റ്റായിട്ടാണ് ഞാൻ എൻ്റെ DVR നമ്മുടെ PCയിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലാപ്ടോപ്പിൽ ഞാൻ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ടാണ് ഒരു LAN കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ DHCP ഡിസേബിൾ ചെയ്തു. അതിനുശേഷം നമ്മൾ അത് മോഡിഫിക്കേഷൻ പാരാമീറ്റേഴ്സ് മോഡിഫൈ ചെയ്യാൻ വേണ്ടി വീണ്ടും പാസ്വേഡ് നമ്മൾ അടിക്കുക. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ നോക്കി അറിയാം IP അഡ്രസ്സ് 192.168.1.64 ആണ് നമ്മുടെ DVRൻ്റെ IP അഡ്രസ്സ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ പാസ്വേഡ് നമ്മളൊന്ന് അടിക്കാം. പാസ്വേഡ് നമ്മുടെ DVR നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡാണ്. പാസ്വേഡ് അടിച്ചിട്ട് മോഡിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാരാമീറ്റർ മോഡിഫിക്കേഷൻ കംപ്ലീറ്റ് എഴുതുന്നുണ്ട് കാണിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലാണ് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിൽ കണ്ട IP അഡ്രസ്സ് DVRൻ്റെ IP അഡ്രസ്സ് 192.168.1.64 എന്ന ആ IP അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അടിച്ച് ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ്, അതായത് നമുക്ക് ഒരു യൂസർ ഇൻ്റർഫേസ് പേജ്, നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് പേജ് തുറന്നു വരും. അതിനകത്ത് യൂസർ നെയിമും പാസ്വേഡിനുള്ള ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജാണ് തുറന്നു വരിക. അപ്പോൾ നമുക്കിതിങ്ങനെ IP അഡ്രസ് അടിച്ച് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള പേജ് തുറന്നു വരും. അതിൽ നമ്മൾ അഡ്മിൻ അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡും എൻ്റർ ചെയ്യുക.
അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ കോൺഫിഗറേഷൻ പേജിലോട്ടാണ് പോവുക. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് വ്യൂ, പ്ലേ ബാക്ക്, പിക്ചേഴ്സ്, അതുപോലെ തന്നെ കോൺഫിഗറേഷൻ കൊണ്ടാണ്. ലൈവ് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ക്യാമറകൾ വ്യൂ ചെയ്യാനുള്ള, അതിനാണ് ഇപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് കാണാം ക്യാമറയുടെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അതുപോലെ തന്നെ റിമോട്ട് പ്ലേ ബാക്ക് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കോൺഫിഗറേഷനിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ നമുക്ക് ഇപ്പോൾ അതുപോലെ തന്നെ DVRൻ്റെ നെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ഡിസ്പ്ലേ, ഇപ്പോൾ ടൈം സെറ്റിങ്സ്, സാധാരണ ഒരു DVR നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ടൈം സെറ്റിങ്സ്. ഇപ്പോൾ ടൈം നമുക്ക് നമ്മുടെ PC-യുമായിട്ട് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് സിങ്ക് ആയിക്കോളും. പിന്നെ അതിൽ വരുന്ന കുറേ ഇതുണ്ട്, സിസ്റ്റം മെയിൻ്റനൻസ്, അതുപോലെ തന്നെ ക്യാമറ മാനേജ്മെൻറ്റ്. ക്യാമറ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ IP ക്യാമറകളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനും യൂസർ മാനേജ്മെൻറ്റിനൊക്കെ ഉള്ളതാണ്. പിന്നെ നെറ്റ്വർക്കിലാണ് നമ്മുടെ ഇതുപോലെ തന്നെ ഇപ്പോൾ മെയിൻ്റനൻസിൽ നമുക്ക് ഡിഫോൾട്ട് സെറ്റിംഗ്, റീസ്റ്റോർ, അതുപോലെ തന്നെ റീബൂട്ട്, പിന്നെ ഫേംവെയർ അപ്ഡേഷനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ക്യാമറ മാനേജ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ IP ക്യാമറ സെറ്റിങ്സ് അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നോക്കിയാൽ തന്നെ. യൂസർ മാനേജ്മെൻറ്റിൽ നമുക്ക് യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസേഴ്സിനുള്ള. അത് കഴിഞ്ഞ് പിന്നെ ഇതിനകത്ത് നെറ്റ്വർക്കാണ് വരുന്നത്. നെറ്റ്വർക്കിൽ ബേസിക് നെറ്റ്വർക്ക് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ബേസിക്കിനകത്ത് DNS, അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം DVRൻ്റെ IP അഡ്രസ് 192.168.1.64 ആണ്. അതുപോലെ സബ്നെറ്റ് മാസ്കും കിടക്കുന്നുണ്ട്. ഡീഫോൾട്ട് ഗേറ്റ് വേ നമ്മൾ കൊടുത്തിട്ടില്ല, കാരണം ഇതിപ്പോൾ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ഒന്നുമല്ല. DHCP നമുക്ക് കൊടുക്കാം. നമുക്കൊരു റൗട്ടറിലൊക്കെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് DHCP കൊടുത്തു കഴിഞ്ഞാൽ റൗട്ടറിൽ നിന്ന് ഒരു IP അഡ്രസ്സ് DVRന് പ്രൊവൈഡ് ചെയ്യും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോകളിൽ പറയാം. അഡ്വാൻസ് സെറ്റിങ്സിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്താണ് നമുക്ക് ഈ ഓൺലൈനിലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള സെറ്റിങ്സ് ഒക്കെ വരുന്നത്. അതിൽ പ്ലാറ്റ്ഫോം ആക്സസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് കണക്ട് ചെയ്യാം. പിന്നെ വരുന്ന വീഡിയോ അതിൻ്റെ സ്ട്രീമിങ്ങും അതുപോലെ റെക്കോർഡിങ്ങുമായി ബേസ് ചെയ്ത് അതിൻ്റെ റെസൊല്യൂഷൻ ബേസ്ഡ് റെക്കോർഡിങ്, അത് എൻകോഡിംഗ് എന്നൊക്കെ പറയും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് റെക്കോർഡിങ്ങുമായി ബേസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നമ്മുടെ റെസൊല്യൂഷനും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനും, റെക്കോർഡിംഗ് റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാനും, അതിൻ്റെ ബിറ്റ് റേറ്റ്, അതുപോലെ തന്നെ FPS കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനകത്ത് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇമേജ് സാധാരണ നമ്മൾ കാണുന്ന ഇമേജിനകത്ത് ഡേറ്റ്, ടൈം, നമ്മൾ അതുപോലെ കോൺട്രാസ്റ്റ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് ഡേറ്റും ടൈമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടത് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒഴിവാക്കാനും പറ്റും. അത് ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയിക്കോളും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരും. അതുപോലെ ടൈം ഫോർമാറ്റ് വരും, മണിക്കൂർ, ഇപ്പോൾ 12 മണിക്കൂർ, 24 മണിക്കൂർ, അങ്ങനെ അതിൻ്റെ ഫോർമാറ്റുകൾ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ഡേറ്റിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഇപ്പോൾ മന്ത് ഡേറ്റ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ ഡേറ്റ്, മന്ത്, ഇയർ നമ്മുടെ ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ ആ രീതിയിലാവും വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നതിനകത്ത് ഇവൻ്റ്, അതിലാണ് മോഷൻ സെൻസ് ചെയ്യുന്നതും വീഡിയോ ടാമ്പറിങ്ങും, അതുപോലെ തന്നെ വീഡിയോ ലോസ്, അലാം, ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പെൻഷൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവൻറ്റ് ബേസ്ഡ് റെക്കോർഡിങ്, അതുപോലെ തന്നെ മോഷൻ ബേസ്ഡ് റെക്കോർഡിംഗ് ഒക്കെ എനേബിൾ ചെയ്യാം. പിന്നെ ഒരു സ്മാർട്ട് ഇവൻറ്റ്സ് ആണ് ഇത്. നമുക്കിപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളതിൽ കണ്ടില്ല, ഡീഫോക്കസ്, ഡിറ്റക്ഷൻ, സീൻ ചേഞ്ച്, അങ്ങനെ കുറേ ഉണ്ട്. ഫേസ് ഡിറ്റക്ഷൻ, ഇൻട്രൂഷൻ, ലൈൻ ക്രോസിങ്, ഇങ്ങനെ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇനേബിൾ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ ചാനലിലും ഇല്ല, ചില കുറച്ച് 2 ചാനൽ അങ്ങനെ ഒക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്യാമറകളും കൂടെ ഇങ്ങനത്തെ കേസുകൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദീകരിച്ച് പറയാം പിന്നീടുള്ള വീഡിയോകളിൽ. ഇപ്പം നമുക്ക് വരുന്ന സ്റ്റോറേജിൽ വരുന്നത് മൊത്തം ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഹാർഡ് ഡിസ്കിൻ്റെ ഇനീഷ്യലൈസ് ചെയ്യൽ, അതുപോലെ തന്നെ സ്റ്റോറേജ് മാനേജ്മെൻറ്റ്, പിന്നെ ഇതിനകത്ത് റെക്കോർഡിംഗ് സെറ്റിങ്സ്, ഇപ്പോൾ ഇവൻ്റ് ബേസ്ഡ് റെക്കോർഡിംഗ് ആണോ, കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ നോക്കണം. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ DVRും ഒരേ IP അഡ്രസ്സിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ SADP ടൂൾ വെച്ച് നമുക്ക് വേഗം ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനൊരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ ഇപ്പോൾ PC-യിലുള്ള നെറ്റ്വർക്ക് കാർഡിലെ IP അഡ്രസ്സ് ഒന്ന് മാറ്റുക. ഇപ്പോൾ 1 ഡോട്ട് സീരീസിലാണ് അത് കിടക്കുന്നത്. അത് ഞാൻ മാറ്റിയിട്ട് 0 ഡോട്ടിലേക്ക് മാറ്റാൻ പോകണം.
അപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് കാർഡ് ഇപ്പോൾ DVR ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ നെറ്റ്വർക്ക് കാർഡിനെ ഞാൻ എന്ത് 0 സീരീസ് ആക്കി. അതിനുശേഷം നമ്മളത് ഓക്കെ കൊടുത്തിട്ട് നമുക്ക് ഇനി നമുക്ക് പിങ് ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കാം. ആ നേരത്തെ IP അഡ്രസ്സിലേക്ക് നമുക്കിത് കമ്മ്യൂണിക്കേഷൻ കണക്റ്റഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഫെയിലാണ് കാണിക്കുന്നത്, ട്രാൻസിസ്റ്റർ ഫെയിലാണ് കാണിക്കുന്നത്, പിങ് ചെയ്തിട്ട് ഫെയിലായി. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ PCയും അതുപോലെ തന്നെ DVRഉം 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് അഡ്രസ്സിലാണ് കിടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് SDP ടൂളിൽ പോയി കഴിഞ്ഞാൽ അത് അപ്പോഴും അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സെർച്ച് ചെയ്തെടുക്കും. അത് 192.168.1.64 എന്നുള്ള IP അഡ്രസ്സിലുള്ള DVR അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൂൾ വെച്ചിട്ട് ഇതിൻ്റെ IP അഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് 0 ആക്കാം. ഇപ്പോൾ 192.168.0.64 എന്നുള്ള IP അഡ്രസ്സിലോട്ട് നമ്മളതിനെ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കപ്പോൾ നമ്മുടെ സിസ്റ്റം വേറൊരു IPയിലാണെങ്കിൽ പോലും നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് IP ബേസ്ഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ടൂൾ വെച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് വളരെ ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ ഇത് DVRൻ്റെ ഇപ്പോൾ IP അഡ്രസ്സ് മാറിയിട്ടുണ്ട്. 192.168.0.64 എന്നുള്ള IP അഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പിങ് ചെയ്ത് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് മാറിയിട്ടുണ്ടോ, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനത്തെ ടൂൾ ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇപ്പോൾ IP അഡ്രസ്സ് വേറെ ഒരു നെറ്റ്വർക്ക് IDയിലാണ് നമുക്ക് അഡ്രസ്സിലാണ് കിടക്കണത്. ഇപ്പോൾ IP അഡ്രസ്സിലാണ് കിടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ DVR ഈസി ആയിട്ട് കോൺഫിഗർ ചെയ്യാനും കാര്യങ്ങളും പറ്റും. ഇനിയിപ്പോൾ നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കാം. പിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കണ്ടില്ലേ, റിപ്ലൈ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതുതന്നെ നമ്മൾ വീണ്ടും ബ്രൗസറിൽ പോയിട്ട് അഗെയിൻ നമ്മുടെ 192.168.0.64 എന്ന് പറഞ്ഞിട്ടുള്ള IP അഡ്രസ് അടിക്കുക. ആ സമയത്ത് DVR തുറന്നു വരും, DVRൻ്റെ ലോഗിൻ പേജ് തുറന്നു വരും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു IP അഡ്രസ്സിലായിട്ട് പോലും നമുക്ക് ഈസി ആയിട്ട് അത് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സീരീസിലേക്ക് IP അഡ്രസ്സ് കൊണ്ടുവന്നിട്ട് നമുക്ക് അത് ബ്രൗസർ വഴി ആക്സസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മളിത് കണക്ട് ചെയ്യുക. ഒരു DVR നമ്മുടെ നെറ്റ്വർക്കിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു മോണിറ്ററോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട്, ഇനിയിപ്പോൾ മോണിറ്റർ അല്ല, ഒരു വൈഫൈ നെറ്റ്വർക്ക് ആണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ഈ ബ്രൗസർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കൊരു മോണിറ്റർ ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ മോണിറ്ററിൽ കൂടെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും, അതിൽ 1-2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അത് പ്രത്യേകിച്ച് ഡിസ്പ്ലേ സെറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ടും അതിൽ വരുന്ന കുറച്ച് വിസാർഡുകൾ വരും. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു DVR ഓൺ ചെയ്ത് വരുമ്പോൾ അത് ഇനേബിൾ ചെയ്യലും ഡിസേബിൾ ചെയ്യലൊന്നും നമുക്ക് ചില കേസിൽ ഇതിൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ പറഞ്ഞ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെറ്റ്വർക്ക് വഴിയാണെങ്കിൽ അല്ലാത്ത കേസുകളെല്ലാതും എല്ലാ സെറ്റിങ്സും നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഈ PC ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഹിക്വിഷൻ്റെ DVR ആണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ തന്നെ ഞാൻ മറ്റുള്ള ബ്രാൻഡുകളുടെയും ഇതുപോലെ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ കോൺഫിഗറേഷനും ഇതിൽ തന്നെ നമ്മുടെ DVRൽ വരുന്ന കുറേ കോൺഫിഗറേഷൻസ് ഉണ്ട്. അതൊക്കെ പിന്നീടുള്ള വീഡിയോകളിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ PCയിലൂടെ ആക്സസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.